ഇപ്പോൾ ഓഫീസിൽ ഹേസുങ്ങും മൂത്ത വക്കീലും തമ്മിലൊരു വാദം നടക്കുവാണ്. ചോയാണ് ജഡ്ജ്. ഡിഫൻഡന്റ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ 26 വർഷം മുമ്പ് താൻ കൊന്ന ഭാര്യയെ കണ്ടു, അല്ല കൊന്നുവെന്ന് കരുതിയ. യുവർ ഓണർ, കൗൺസിൽ തെളിയിക്കപ്പെടാത്ത വാദമാണ് നിരത്തുന്നത്. വിക്ടിമിന്റെ ഇപ്പോഴത്തെ പേര് ജുങ് യോങ് എന്നല്ല, സോങ് ചെ എന്നാണ്. അവൾ അവളുടെ ഐഡന്റിറ്റി മാറ്റിയതാണ്. 26 വർഷം മുമ്പ് അവൾ സ്വന്തം കൈ അറുത്തു മാറ്റി ഇത്ര കാലവും തെറ്റായ ഐഡന്റിറ്റിയിലാണ് ജീവിക്കുന്നത്. CCTV പരിശോധിച്ചാൽ വിക്ടിം ഡിഫൻഡന്റിനെ കാണുമ്പോൾ തന്നെ ഭയപ്പെടുന്നുണ്ട്. അവള് 26 വർഷം മുമ്പ് ജയിലിലടച്ച ഭർത്താവിനെ നേരിൽ കണ്ടതാണ് അതിന് കാരണം. യുവർ ഓണർ, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ രാത്രി അറ്റാക്ക് ചെയ്യുന്നു. ഏതൊരു സ്ത്രീയും ആ സാഹചര്യത്തിൽ പേടിക്കും. വിക്ടിമിന് അവരുടെ ലെഫ്റ്റ് ഹാൻഡ് ഇല്ല. ദാൽജോങ്ങിന്റെ കേസിലും അയാളുടെ ഭാര്യയുടെ ലെഫ്റ്റ് ഹാൻഡ് മാത്രമാണ് കണ്ടെത്തിയത്. അതൊരു കോയിൻസിഡൻസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ലെഫ്റ്റ് ഹാൻഡ് ഇല്ലാത്തതുകൊണ്ട് മാത്രം സോങ് ചെ ജുങ് യോങ് ആണെന്ന് വാദിക്കുന്നത് വെറും ഗസ് മാത്രമാണ്. അത് തെളിയിക്കണമെങ്കിൽ DNA ടെസ്റ്റോ ഫിംഗർ പ്രിന്റോ പോലുള്ള കൃത്യമായ തെളിവുകൾ വേണം. പ്രോസിക്യൂട്ടർ വിജയിച്ചുവെന്ന് ചോയ് പറയും. മൂത്ത വക്കീല് ആവേശം കൊണ്ട് തുള്ളിച്ചാടും. നിങ്ങൾക്ക് ഇത്ര സന്തോഷമാണോ? അയാൾ വാ പൊത്തിക്കൊണ്ട് ഇല്ലാന്ന് പറയും. വിക്ടിം അയാളുടെ ഭാര്യയാണെന്ന് തെളിയിക്കണമെങ്കിൽ നമുക്ക് ദാൽജുങ്ങിന്റെ മകളെ കണ്ടെത്തിയേ തീരൂ. ഹേസും, നീ ആ മകളെ കണ്ടെത്തിയോ? ഇല്ല, ഇതുവരെ ഇല്ല. എന്താ? നീ അവളെ കണ്ടെത്തുവാണെങ്കിൽ അവളോടത് പറയണോ വേണ്ടോ എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ഇല്ല, അങ്ങനെയൊന്നുമില്ല. നീ കൺഫ്യൂസ് ആയിരിക്കുമ്പോൾ സത്യം പറയുന്ന എപ്പോഴും ശരിയായ കാര്യം. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. പിറ്റേ ദിവസം ഹേസുങ് ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോഹുനും വേറെ 2 പേരും കൂടെ അവിടെ വരും. ഇവർ രണ്ടും പരസ്പരം കാണുന്നുണ്ട്. ഹേസുങ് ഡോഹുനെ ഇടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കും. ഇത് കണ്ട ഡോഹുൻ എഴുന്നേറ്റ് ഹേസുങ്ങിൻ്റെ അടുത്ത് വന്നിരിക്കും. നീ എന്താ എന്നെ തുറച്ചു നോക്കുന്നേ? നിനക്കെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഞാനൊന്നും നോക്കിയില്ല. ദാൽജുങ്ങിൻ്റെ കേസ് എനിക്ക് കിട്ടിയ കാര്യം നീ അറിഞ്ഞോ? അത് വേറെ ആർക്കോ കൊടുത്തെന്നാണ് ഞാൻ കരുതിയേ. ആ, എനിക്കത് തിരിച്ചു കിട്ടി. നിന്റെ ആർഗ്യുമെന്റ് വളരെ ഇൻട്രസ്റ്റിംഗാ. അവനൊരു പ്രേതത്തെയാണ് കൊന്നത്, ഒരു മനുഷ്യനെയല്ല. ഈ കേസിൽ നിന്ന് മാറി നിൽക്ക്. എന്താ? അത് പറയാൻ നീ ആരാ? ഞാൻ പറഞ്ഞത് തെറ്റായി എടുക്കരുത്. ഞാൻ ഹൃദയപൂർവ്വം ഒരു അഡ്വൈസ് തന്നതാ. അവൾക്ക് ദേഷ്യം വന്നിട്ട് എല്ലാവരും എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? ചീഫും അച്ഛനും ഇപ്പൊ നീയും. കാരണം എന്താണെന്ന് എന്നോട് പറ. നിനക്ക് എന്തെങ്കിലും അറിയുമോ? ഇല്ല, എനിക്കറിയില്ല. കോടതിയിൽ നിന്റെ നേരെ ബാധിച്ച് ഞാൻ മടുത്തു. ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. ഇപ്പോൾ ഓഫീസിലേക്ക് ഹേസുങ് കടന്നു വരും. മൂത്ത വക്കീലാണെങ്കിൽ അവിടെ കിടന്ന് പൂര ഉറക്കമായിരിക്കും. എവിടെ നമ്മുടെ പുതിയ വക്കീല്? പുള്ളിക്കാരനെ ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് ഹേസുങ് ചോദിക്കും. അപ്പോഴേക്കും അയാൾ വാതിൽ തുറന്ന് ഒച്ച വെച്ച് വരും. മൂത്ത വക്കീൽ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരും. നിങ്ങളുടെ മൂക്കിൽ നിന്ന് എന്താ രക്തം വരുന്നുണ്ടോ? ആ, രാത്രി മുഴുവൻ സ്റ്റേറ്റ്മെന്റ് എഴുതി ഞാൻ മടുത്തു. അയാൾ ഹേസുങ്ങിനെ കണ്ടത്. നിങ്ങളാണോ അറ്റോർണി ഹേസുങ്? അവൾ അതെ എന്ന് തലയാട്ടും. നൈസ് ടു മീറ്റ് യു എന്ന് പറഞ്ഞ് അവർ തമ്മിൽ പരിചയപ്പെടും. വക്കീലെ, നിങ്ങൾ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? ഇങ്ങനെയാണെങ്കിൽ ആകെ ക്ഷീണം പിടിക്കുമല്ലോ. ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ എൻ്റെ ഡിഫൻഡൻസിനെ ഹെൽപ്പ് ചെയ്യുവാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇതൊരു ബുദ്ധിമുട്ടേ അല്ല. അയാളിപ്പോൾ കുറേ റെസീറ്റ് എടുത്ത് ചോയ്ക്ക് കൊടുക്കും. ഇത് ഞാൻ 133 പേരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പോയപ്പോൾ വന്ന ചിലവാണ്. പിന്നെ ഇത് ടാക്സി റെസീറ്റ്, മറ്റത് കമ്പ്യൂട്ടറിൻ്റെ ചിലവ്. ചോയ് ആണെങ്കിൽ അന്തം വിട്ട് ഇതെല്ലാം എന്തിനാ എനിക്ക് തരുന്നതെന്ന് ചോദിക്കും. അതെന്താ, എൻ്റെ ബിസിനസ് ചിലവല്ല നിങ്ങൾ പേ ചെയ്യണ്ടേ? ഇതൊന്നും ബിസിനസ് ചിലവല്ല, എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. മൂത്ത വക്കീലെ, നമുക്കിത് പേ ചെയ്യാൻ കഴിയില്ലല്ലോ. ഇല്ല, കഴിയില്ല. അതെന്താ അസംബന്ധമാ? സാക്ഷികളെല്ലാം പോയി കാണാൻ എനിക്ക് ഏകദേശം $1000 മേലെയായി. ടാക്സി ചാർജ് ആണെങ്കിലോ $300. എന്നിട്ട് നിങ്ങൾ പറയുന്നത് ഞാനിതെല്ലാം എൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് അടയ്ക്കണമെന്നോ? തീർച്ചയായും വേണം. അത് മാത്രമല്ല, ചോയിയുടെ പേച്ചക്കും നമ്മളാണ് അടയ്ക്കേണ്ടത്. അതെന്തിനാ നമ്മൾ അടയ്ക്കുന്നേ? നമ്മുടെ സാലറിയിൽ നിന്നാണ് അവന് ശമ്പളം കൊടുക്കുന്നത്. നമുക്കാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. ഓഫീസിലെ എല്ലാ സാധനങ്ങളും നമ്മൾ തന്നെ വാങ്ങണം. പിന്നെ ഇൻഷുറൻസും നമ്മൾ തന്നെ അടയ്ക്കണം. ഇത് എവിടുത്തെ പരിപാടിയാ? നമ്മുടെ ശമ്പളത്തിൽ നിന്ന് ഈ ചിലവെല്ലാം എടുത്താൽ പിന്നത്തെ ബാക്കി ഉണ്ടാവുക. ഇത് വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങളെ പറഞ്ഞ് ഡിഫൻഡൻസിന് ഹെൽപ്പ് ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടേ അല്ലാന്ന്. അതിനനുസരിച്ചുള്ള കാശ് കയ്യിൽ കിട്ടുമ്പോഴാണ്. ഇതിപ്പോൾ നമ്മളെ ചൂഷണം ചെയ്യുമല്ലേ. എനിക്ക് ഈ കണ്ടീഷനിൽ ഇവിടെ ജോലി ചെയ്യാൻ കഴിയില്ല ഒരിക്കലും. ഇതും പറഞ്ഞുകൊണ്ട് അയാൾ ജോലി മതിയാക്കി ഭാഗ്യം എടുത്ത് അവിടെ നിന്ന് ഇറങ്ങും. അയാൾ പോയത് കൊണ്ട് നമ്മുടെ ചായ്ക്ക് ജോലി കിട്ടി. ചായ് ഇപ്പോൾ സാധനമെല്ലാം കെട്ടിപ്പെറുക്കി വരുവാണ്. ചോയ് ഓടി വന്ന് കെട്ടിപ്പിടിക്കാൻ ഒരുങ്ങുമ്പോൾ ചാ കുനിയും. ചോയ് ശശിയാകും. വെൽക്കം ബാക്ക് മൈ ഡിയർ എന്നൊക്കെ പറഞ്ഞ് മൂത്ത വക്കീൽ ചായ സ്വാഗതം ചെയ്യും. അല്ല, പുള്ളി എന്താ ഇട്ടിട്ട് പോയേ? അയാൾക്ക് ഭയങ്കര ആത്മാർത്ഥതയല്ലായിരുന്നു? ആ, ആത്മാർത്ഥത കൂടി ഓടിപ്പോയതാ. അവരെല്ലാം ചിരിക്കും. ഇപ്പോൾ ഹേസുങ്ങും ലോയർ ചായയും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ഏതോ ലോ ഫേമിൽ നിന്ന് ഒരു ഓഫർ വന്നെന്ന് ഞാൻ കേട്ടു. എന്താ അതിന് പോവാഞ്ഞേ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പബ്ലിക് ഡിഫൻഡർ ആവുകയാണ് എൻ്റെ ഡ്രീമെന്ന്. എന്ത് ഓഫർ വന്നാലും ഞാൻ എൻ്റെ ഡ്രീമിനെ ചൂസ് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് അല്പം പോലും മാറി ചിന്തിക്കാൻ തോന്നിയില്ലേ? ഇല്ല, ഇല്ലേ ഇല്ല. കാരണം 1% പോലും എനിക്ക് ശരിയെന്ന് തോന്നുന്ന ഡിസിഷനെ ഞാൻ എടുക്കും. അവരുടെ ഓഫർ വളരെ വലുതായിരുന്നു എന്ന് ഞാൻ കേട്ടു. നിങ്ങളത് റിഗ്രറ്റ് ചെയ്യുന്നില്ലേ? അവിടെയാണ് ഈ 1% ഇമ്പോർട്ടൻറ്റ്. ഞാനിപ്പോൾ ഓപ്പോസിറ്റ് ഡിസിഷനാണ് എടുത്തിരുന്നെങ്കിൽ 1% അധികം റിഗ്രറ്റ് ചെയ്തേനെ. 1% ആണല്ലേ അപ്പോൾ ഇമ്പോർട്ടൻറ്റ്. താങ്ക് യു ലോയർ ചാ. എന്തിന്? എല്ലാത്തിനും. ഹേസുങ് ഇപ്പോൾ കറങ്ങുന്ന ഡോറിനുള്ളിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കും. അവൾ ചിന്തിക്കുവാണ്,
ഞാനും ലോയർ ചായ പോലെ 1% അധികം എനിക്ക് ശരിയെന്ന് തോന്നിയ തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ അതോർത്ത് ഞാൻ എപ്പോഴും റിഗ്രറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും കോടതിയിൽ ആ ഡോർ ഓപ്പൺ ചെയ്തോർത്ത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഞാനത് തുറന്നില്ലായിരുന്നുവെങ്കിൽ ഈ കഷ്ടങ്ങളൊന്നും സംഭവിക്കില്ലായിരുന്നു. പക്ഷേ ഇതാദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്. അന്ന് ഞാൻ മറ്റൊരു തീരുമാനമാണ് എടുത്തിരുന്നതെങ്കിൽ ഇപ്പോൾ ഞാൻ ഇതിലധികം റിഗ്രറ്റ് ചെയ്തേനെ. ഒരു പക്ഷേ 1% അധികം. അവൾ എന്തോ കാര്യം തീരുമാനിച്ചുറപ്പിച്ച് പുറത്തേക്ക് പോകും. അവളിപ്പോൾ ഓഫീസിലേക്ക് വരും. മൂത്ത വക്കീലേ, ഞാൻ എൻ്റെ തീരുമാനം എടുത്തു. നീ എന്ത് തീരുമാനിച്ചെന്ന്? ഞാനെല്ലാം വെളിപ്പെടുത്താൻ പോവാ. ഞാൻ ദാൽജുങ്ങിൻ്റെ മകളെ കണ്ട് അവളോടെല്ലാം പറയാൻ പോവാ. ഞാനിതിൻ്റെ അവസാനം കണ്ടിട്ടേയുള്ളൂ. നീ ശരിക്കും അയാളുടെ മകളെ കണ്ടെത്തിയോ? മൂത്ത വക്കീലേ, ഞാൻ പറയുന്ന കാര്യം ഞാൻ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കാതെ നിങ്ങൾ കേൾക്കണം. ശരി ശരി. ഇപ്പോൾ ഡോഹുനിൻ്റെ അച്ഛൻ ജഡ്ജി അയാളുടെ ഓഫീസിലേക്ക് വരുവാണ്. ഹലോ ജഡ്ജ് സിയോ എന്ന് വിളിച്ചുകൊണ്ട് ഹേസുങ്ങും അങ്ങോട്ട് ചെല്ലും. നീ എന്താ ഇവിടെ? ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യം സംസാരിക്കാൻ വന്നതാ. അതെന്താണാവോ? ഇവിടെയുള്ള ആളുകളോട് പോകാൻ പറയാമോ? ഇത് ദാൽജുങ്ങിൻ്റെ കാര്യമാണ്. ജഡ്ജി അവിടെയുള്ളവരെല്ലാം പറഞ്ഞു വിടും. നിനക്ക് എന്താ പറയാനുള്ളത്? ദാൽജുങ്ങിൻ്റേത് അൺഫെയർ ആയുള്ള വിധിയായിരുന്നു, അതും 26 വർഷത്തേക്ക്. എൻ്റെ ജഡ്ജ്മെൻറ്റിനെ കുറ്റം പറയാനാണോ നീ വന്നേ? വിക്ടിം പ്ലാൻ ചെയ്ത എല്ലാ തെളിവുകളും നശിപ്പിച്ചതുകൊണ്ട് ആ വിധി നിങ്ങളുടെ തെറ്റല്ലായിരുന്നു. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് പറയാനല്ല വന്നത്. നിങ്ങൾക്ക് അറിയില്ലെന്ന വ്യാജേനെ നിങ്ങൾ മിണ്ടാതിരുന്നത് ഞാൻ എത്ര ആലോചിച്ചിട്ടും ക്ഷമിക്കാൻ കഴിയുന്നില്ല. നീ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ 26 വർഷമായി നാണം കെടേണ്ട ഒരു പ്രവൃത്തി ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾ ഒരിക്കലും മാറില്ല. ജഡ്ജ് സിയോ, നിങ്ങൾ ദാൽജുങ്ങിൻ്റെ അടുത്ത് പോയി ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുകയാണെങ്കിൽ ഞാനിത് ഇവിടെ വെച്ച് നിർത്താം. പക്ഷെ ഇപ്പം ചെയ്യുന്നത് പോലെ നിങ്ങളിതെല്ലാം നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാനിതിൻ്റെ അവസാനം കണ്ടേ അടങ്ങൂ. അവസാനമോ? ഓ, അതെന്തായിരിക്കും എന്നോർത്ത് ഞാൻ ക്യൂരിയസാണ്. അപ്പോൾ നിങ്ങൾ ക്ഷമ പറയാൻ പോകുന്നില്ല? ക്ഷമ പറയേണ്ടതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ച മറുപടി തന്നെ. ഞാൻ പോവാ. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഡേറ്റ് ഇട്ടിട്ട് ചെയ്യാൻ മാത്രം തരം താഴുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ മാറ്റി വെച്ചേക്ക്. ഇപ്പോൾ എനിക്ക് 24 മണിക്കൂറും പോലീസ് സെക്യൂരിറ്റിയാണ്. അവളത് കാണിച്ചു കൊടുക്കും. എങ്കിൽ ശരി. അവളാണെങ്കിൽ, ഓ ഹേസും നീ അടിപൊളിയാ, അമേസിങ് തന്നെ. അമ്മേ, നിങ്ങളിത് കാണുന്നുണ്ടോ? ഞാൻ അമേസിങ് അല്ലേ? ജഡ്ജി ആണെങ്കിൽ കുറച്ച് ടെൻഷൻ ആവുന്നുണ്ട്. ഇപ്പോൾ ഹേസുങ് വന്ന് ഡോഹുനിനെ കാണും. നീ എന്താ ഇവിടെ? ആദ്യമായിട്ടാണല്ലോ ഓഫീസിൽ വന്ന് എന്നെ കാണുന്നത്. അതെ, ശരിയാ. നീ കേട്ടിട്ടുണ്ടാവും, ദാൽജുങ് കുത്തി പരിക്കേൽപ്പിച്ച സ്ത്രീ 26 വർഷം മുമ്പ് അയാൾ കൊന്നുവെന്ന് പറഞ്ഞ അതേ ആളാണെന്ന് ഞങ്ങൾ വാദിക്കാൻ പോവാ. ആ, ഞാൻ കേട്ടു. പക്ഷേ നീ അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നേ? അത് തെളിയിക്കാനൊരു വഴിയുണ്ട്. കാരണം ഞാൻ ദാൽജുങ്ങിൻ്റെ മകളെ കണ്ടെത്തി. ശരിക്കും DNA ടെസ്റ്റ് നടത്തിയോ? ഞാൻ ചെയ്യാൻ പോവാ. നീ എന്തിനാ അത് എന്നോട് പറയുന്നേ? കേസിൻ്റെ സമയത്ത് നിനക്ക് ആ തെളിവ് സമർപ്പിച്ചാൽ പോരായിരുന്നോ? കാരണം എനിക്ക് നിന്നെ വേണം. എന്നെയോ? എന്തിന്? നീയാണ് ദാൽജുങ്ങിൻ്റെ മകൾ ഗായോൺ. എന്താ? ഐ ആം സോറി ഡോഹുൻ.